ഹായ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പൈ ക്രസ്റ്റ് ചെയ്യുന്നത് കാണിച്ചിരുന്നില്ലേ? അതിൽ ഞാൻ പൈ നിറയ്ക്കാനുള്ള ഫില്ലിങ്ങിനെ പറ്റി പറഞ്ഞിരുന്നില്ലേ? അപ്പോൾ ഇന്ന് ഞാൻ പൈ നിറയ്ക്കാനുള്ള ഫില്ലിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ഞാനിവിടെ ചിക്കനും വെജിറ്റബിൾസും എല്ലാം ചേർത്തുണ്ടാക്കുന്ന ഒരു ഫില്ലിങ്ങാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എരിവുള്ള ഫില്ലിങ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മധുരമുള്ളതും കൂടെ ഫില്ല് ചെയ്യാം കേട്ടോ. ഇനി ഇതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ എല്ലില്ലാതെ എടുത്തത് 200 ഗ്രാം, സവോള ഒന്ന് ചെറുതായി അരിഞ്ഞത്, ബീൻസ് കുറച്ച് ചെറുതായി അരിഞ്ഞത്, ക്യാരറ്റ് 2 ചെറുതായി അരിഞ്ഞത്, ഉരുളക്കിഴങ്ങ് 2 ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, എണ്ണ 2 ടേബിൾ സ്പൂൺ, മല്ലിയില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായതും ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായതും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴന്നതും നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റണം. ഇപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചക്കറികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഒന്നും കൂടി ഒന്ന് വഴറ്റണം. തീ കുറച്ചിടണേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പച്ചക്കറികളൊക്കെ ചേർക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് ചേർത്തോണ്ട്. പച്ചക്കറികൾ കഴിക്കാത്ത കുട്ടികൾ പോലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടത്തോടു കൂടി കഴിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നേരത്തേക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഒരുവിധം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ പാകത്തിന് ചേർത്തോളൂ കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റണം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പിൻ്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കത് തവിയുടെ പുറകുവശം വെച്ച് ഒന്ന് പതുക്കെ ഉടച്ചു കൊടുക്കാം. അധികമൊന്നും ഉടയ്ക്കണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ പാലോ ചേർത്തൊന്ന് ലിക്വിഡാക്കി എടുക്കാം കേട്ടോ. ഇതൊന്ന് കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും അല്ല എടുത്തിരിക്കുന്നത്. ഇനി ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർക്കുകയാണ്. ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ പൈ ഈ ഫില്ലിംഗ് ഉപയോഗിച്ച് എങ്ങനെയാണ് നിറയ്ക്കുന്നതെന്ന് കാണിക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പൈ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.